സാർ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫെനി നൈനാൻ എന്ന് പറയുന്ന രാഹുലിന്റെ സുഹൃത്തിനെതിരെ ഇപ്പോൾ ഒരു പരാതി വന്നിട്ടുണ്ടല്ലോ. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് 72(1), 79 ആൻഡ് IT ആക്ട് 67 ഒക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തില് അദ്ദേഹം നടത്തിയത് ശരിക്കും അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതായിട്ട് അതിൽ കൃത്യമായിട്ടൊന്നും ചൂണ്ടിക്കാണിക്കാനുള്ളത് തോന്നിയില്ല. അത് മറ്റൊരു വിഷയം. പക്ഷേ ഇത്തരത്തിൽ അതിജീവിതയുടെ സ്വകാര്യതയെക്കുറിച്ചുള്ള നിയമങ്ങൾ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ഇതിനു മുന്നേ. ഈ വിഷയത്തെ ശരിക്കും പൊതുവായിട്ടൊന്ന് വിലയിരുത്തുമ്പോൾ താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ഞാൻ അതിജീവിത എന്ന് പറയുമ്പോൾ ഒരു നിയമം അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അത് ലീഗൽ ഡിസ്ക്രിമിനേഷൻ ആണ്. അതിജീവിതയുടെ ഇപ്പോൾ അതിജീവിതയുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഒരു അതിജീവിതയുടെ ഐഡന്റിറ്റി ഈ ഫെനി നൈനാൻ എന്ന് പറഞ്ഞ ആള് റിവീൽ ചെയ്തു എന്നാണ് പറയുന്നത്. നിയമപരമായിട്ട് അത് തെറ്റാണ്. പക്ഷേ സരിതയുടെ ഐഡന്റിറ്റി ഇവിടുത്തെ എല്ലാ പത്രങ്ങളും റിവീൽ ചെയ്തിരുന്നല്ലോ. സരിത വിക്ടിം അല്ലേ? സരിതയെ ഉമ്മൻചാണ്ടി റേപ്പ് ചെയ്യുന്നു പറയുമ്പോൾ അത് പ്രൂവ് ചെയ്യുന്നത് ഡിസ്പ്രൂവ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം. അറ്റ് ദ സ്റ്റേജ് ഓഫ് അലിഗേഷൻ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ ധാരാളം പേര് അവർ പറയും. അതെല്ലാം ചിലപ്പോൾ കള്ളമായിരിക്കാം, അവർ വെറുതെ പറഞ്ഞായിരിക്കാം. അതൊക്കെ പിന്നീടാണല്ലോ ഡിസ്പ്രൂവ് ചെയ്ത്. ബട്ട് വാട്ട് ഐ എം സേയിങ് ഇസ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഓഫ് അലിഗേഷൻ. ആ സമയത്ത് എങ്ങനെയാണ് മാധ്യമങ്ങൾ, ആ സമയത്ത് അവർ വിക്ടിമാണല്ലോ, ഷീ ഹാസ് ബീൻ റേപ്ഡ് എന്നാണ് അവർ പറയുന്നത്, വിച്ച് മീൻസ് ഷീ ഈസ് എ വിക്ടിം. ആ വിക്ടിമിന്റെ പടം എങ്ങനെയാണ് വീഡിയോയും ഫോട്ടോയും എല്ലാം പത്രങ്ങൾ കാണിച്ചത്? അവരുടെ പേര് പറഞ്ഞ എങ്ങനെയാണ്? അന്ന് ഇവിടുത്തെ ഒരു കോടതിയും ഇതൊന്നും കണ്ടില്ലേ? ഒരു കോടതിയും കണ്ടില്ലേ? കോടതികളൊക്കെ ജുഡീഷ്യറി ഇതാണ് ബ്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നത്. എല്ലാ ജഡ്ജിമാരും എവരിബഡി, ഡസ് ഇറ്റ് മീൻ ദാറ്റ് എവരി കോർട്ട് ഇസ് ബ്ലൈൻഡ്, എവരി ലീഗലി സെൻസിബിൾ പേഴ്സൺ ഇസ് ബ്ലൈൻഡ്? അതിന്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മളിത് കാണാനായിട്ട്. ഇപ്പൊ ഇതിനകത്ത് ഈ ഫെനി നൈനാനെ ബുക്ക് ചെയ്തിരിക്കുന്നു. അപ്പം ഞാൻ ഈ പറയുന്ന ആർഗ്യുമെന്റ്സ് ഐഡന്റിറ്റി ഓഫ് റേപ്പ് വിക്ടിം എന്ന് പറഞ്ഞ് ലൈവ് ലാ എന്നുള്ള ഓൺലൈൻ മാഗസിനിലെ ഡോക്ടർ മറിയാമ്മ AK, അവര് ബാലാജി ലോ കോളേജ് പൂനെയിലെ പ്രിൻസിപ്പലാണ്. അല്ലെ പ്രിൻസിപ്പൾ ഇപ്പോൾ ഉണ്ടോന്ന് എനിക്കറിയാം. അവർ 2013 എഴുതിയ ഒരു ലേഖനത്തിന് ആസ്പദമാക്കിയിട്ടാണ് ഞാനിത് പറയുന്നത്. ആ ലേഖനം അപ്പാടെ പറയുകയല്ല, എനിക്ക് അതിനുള്ള തോട്ട് കിട്ടുന്നത് അവരുടെ ലേഖനത്തിൽ നിന്നാണ്. ഇത് ഐഡന്റിറ്റി ഓഫ് റേപ്പ് വിക്ടിം എന്നാണ് ആ ടോപ്പിക്കിന്റെ പേര് തന്നെ. അപ്പൊ നമ്മളിപ്പോ IPC അനുസരിച്ചുള്ള തൊട്ട് തുടങ്ങാം. അപ്പൊ അതിന്റെ കണ്ടിന്യൂ IPCയിൽ 228A ഓഫ് IPC ആണ് ഈ ഐഡന്റിറ്റി റിവീൽ. അത് പറയുന്നത് എന്താണ്? സെക്ഷൻ 228 പറയണത്, എനിവൺ ഹു പ്രിന്റ്സ് ഓർ പബ്ലിഷസ് ദ നെയിം ഓർ എനി ഇൻഫർമേഷൻ ദാറ്റ് മേ റിവീൽ ദ ഐഡന്റിറ്റി ഓഫ് എ വിക്ടിം ഇൻ കേസ് സർട്ടൻ sexual offences can be punished with imprisonment of up to 2 years or fined unless such printing publication is authorized by the police, the victim or the victim's next of kin in certain circumstances. ആ റേപ്പ് വിക്ടിമിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുകയോ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി പബ്ലിഷ് ചെയ്യുന്നവരെ 2 കൊല്ലം വരെ ശിക്ഷ കൊടുക്കാം, ഫൈനും കൊടുക്കാം. പക്ഷേ അതിനൊരു എക്സംഷൻ ഉണ്ട്. അത്തരം പബ്ലിഷ് ചെയ്യുന്നത് പോലീസ് ഓതറൈസ് ചെയ്യുകയാണെങ്കിലോ ആ വിക്ടിം തന്നെ സ്വയം സമ്മതിക്കുകയാണെങ്കിലോ, വിക്ടിമിന്റെ ചിലപ്പോൾ വയ്യാതെ കൊച്ചുകുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയി കിടക്കണം, അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയാത്ത വിക്ടിം ആയിരിക്കും, അവരുടെ നെക്സ്റ്റ് കിൻ ബന്ധപ്പെട്ടവരുടെ അനുവാദം ഉണ്ടെങ്കിൽ ചെയ്യാം. അതൊരു പ്രൊവിസിയാണ്, ഒരു എക്സംഷനാണ്. ജനറലി ഒരു റേപ്പ് വിക്ടിമിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നതിൽ ഒന്നും പബ്ലിഷ് ചെയ്തുകൂടാ എന്നാണ്. എന്തിനാണ് അങ്ങനെ വന്നിരിക്കുന്നത്? ഇത് ആ വിക്ടിമിന്റെ സർവൈവറുടെ ഡിഗ്നിറ്റിയും പ്രൈവസിയും റെപ്യൂട്ടേഷനും പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ്. പിന്നെ എന്തുകൊണ്ട് വെച്ചാൽ അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് സോഷ്യൽ ഓസ്ട്രസൈസേഷനും സ്റ്റിഗ്മയും ഫർദർ ട്രോമയും എല്ലാം അവർക്കുണ്ടാകാം. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഈ വേർഡ്സ് ഒക്കെ വളരെ ഇതാണ്. സ്റ്റിഗ്മ, റേപ്പ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവർ സ്റ്റിഗ്മറ്റൈസ്ഡ് ആകുന്നു. അത് വളരെ സൂക്ഷിക്കണം. സ്റ്റിഗ്മറ്റൈസ്ഡ് ആണ്. സൊസൈറ്റിയിൽ സ്ത്രീയെ നിലനിർത്തുന്നത് 2 തൂണുകളിലാണ്. ഒന്ന് വിർജിനിറ്റി, ഒന്ന് കാസ്റ്റിറ്റി. വിവാഹത്തിന് മുമ്പ് വിർജിനായിരിക്കണം, വിവാഹം കഴിഞ്ഞാൽ പതിവ്രതയായിരിക്കണം. അതാണ് സ്ത്രീയുടെ 2 തൂണുകൾ. വിവാഹത്തിന് മുമ്പുള്ള പെൺകുട്ടി റേപ്പ് ചെയ്യുന്ന പറയുകയാണെങ്കിൽ അവർക്ക് വിർജിനല്ലാത്ത ഒരു കുട്ടി നടക്കുന്നു എന്ന് പറയുന്നത് സ്റ്റിഗ്മയാണ്. വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തൊട്ട് വിർജിൻ അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. വിർജിൻ അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാണിക്കില്ല സിന്ദൂര രേഖ, നെറ്റിയുടെ മുടിയിലേക്ക് ഇങ്ങനെ ചുമന്ന സിന്ദൂര രേഖ. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? ദാറ്റ് ഐ ഹാവ് ബീൻ പെനിട്രേറ്റഡ്. അതാണ് ആ വരയുടെ അർത്ഥം കേട്ടോ. കാരണം പണ്ട് കാലങ്ങളിൽ വിവാഹിതയായ സ്ത്രീകളോട് എവിടെയെങ്കിലും പൊതുസമൂഹത്തിൽ എവിടെയെങ്കിലും വരുമ്പോൾ അവരെ നമ്മൾ തിരിച്ചറിയണം, അല്ലെങ്കിൽ അവരോട് ആരെങ്കിലും ഗസ്റ്റർ എന്തെങ്കിലും കാണിക്കാൻ പാടില്ല. വിവാഹിതയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ താലിമാല ഇടുന്നത്. പുരുഷൻ താലിമാല ഒന്നുമില്ല, മനസ്സിലായോ? പുരുഷനൊന്നുമില്ല, ഐഡന്റിറ്റി ഇല്ല, ഒന്നുമില്ല. സ്ത്രീ ദാറ്റ് ഐ ഹാവ് ബീൻ പെനിട്രേറ്റഡ് എന്ന് കാണിക്കുന്നതാണ് ആ ചുമന്ന വര കേട്ടോ. ഇതാണ് ഈ സ്ത്രീകൾ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നത്. അത് പോട്ടെ, അതൊരു ഭാഗം. ഏതായാലും സ്റ്റിഗ്മ, പിന്നെ സമൂഹം ഒറ്റപ്പെടുത്തും. വിവാഹിതയായ സ്ത്രീയാണെങ്കിൽ അന്യപുരുഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു, പാതിവൃത്യം നഷ്ടപ്പെട്ടു പോയി, അതും അവർക്ക് അപമാനമാണ്. അതായത് അവരെ ഒരാൾ അറ്റാക്ക് ചെയ്താൽ അറ്റാക്കിന്റെ വിക്ടിമായ അവരെ സമൂഹം അപമാനിക്കുന്നു. ആ ബോധം സമൂഹത്തിലുള്ളപ്പം ആ ബോധം നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ് നിയമം എന്നുകൂടെ മനസ്സിലാക്കണം. ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും പണം മോഷ്ടിച്ചുകൊണ്ട് പോയാൽ വഴിയിൽ വെച്ച് അടി കൊടുക്കുകയാണെങ്കിൽ ഈ സ്ത്രീ അപമാനിതയാകുന്നില്ല. ഈ സ്ത്രീയുടെ മാനം എന്ന് പുരുഷ സമൂഹം സങ്കല്പിച്ചു കൊടുത്തിരിക്കുന്ന ആ സാധനം പോയാൽ പിന്നെ അവൾ അപമാനിതയായോ സമൂഹത്തിൽ വെളിയിറങ്ങി നടക്കാനൊക്കില്ല. നമ്മുടെ സാമൂഹ്യ ബോധത്തിൽ ഇതൊക്കെ ഉണ്ട്. നമ്മൾ ആ നീലക്കുയിൽ എന്നുള്ള സിനിമയിലുണ്ടല്ലോ, ആ സത്യൻ മാസ്റ്ററുടെ കയ്യിൽ നിന്ന് ഒരു പുലയ സമുദായത്തിൽ സ്ത്രീ ഗർഭിണിയാകുന്നു.
ആ സ്ത്രീ ആ സത്യം പുറത്ത് പറയുന്നില്ല ആരിൽ നിന്നാന്നുള്ളത്. ഒരു റെയിൽവേ ലൈനിന്റെ അവിടെ ഇങ്ങനെ പെടഞ്ഞു വന്ന് പ്രസവിച്ച് മരിക്കുന്നു. അപ്പം പി ഭാസ്കരൻ അതിനകത്ത് ക്യാരക്ടറാണ്. പുള്ളി കുഞ്ഞിനെ എടുത്ത് ഉദയസൂര്യന് നേരെ ഇങ്ങനെ കണ്ടു, നാളത്തെ പൗരനാണെന്നൊക്കെ പറയുന്നത്. ഈ സ്ത്രീ മരിച്ചുപോയി. അവർ അവിവാഹിതയായ സ്ത്രീ പ്രസവിച്ച് അവർ പിന്നെ ജീവിക്കേണ്ട കാര്യമില്ല എന്നാണ് അതിന്റെ മെസ്സേജും കൂടെ. അങ്ങനെയാണ് നമ്മളങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പൊ ആ കോണ്ടെക്സ്റ്റിലൊക്കെയാണ്, ഇന്ത്യ മുഴുവനുള്ള ഒരു കോണ്ടെക്സ്റ്റിലൊക്കെയാണ് ഈ ഇത്തരം വേർഡ്സ് ഒക്കെ വന്നിരിക്കുന്നത്. ഇനി ഈ നിയമത്തിൽ തന്നെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, അത് വളരെ രസമാണ്. ദ പ്രിന്റിംഗ് ഓർ പബ്ലിക്കേഷൻ ഓഫ് ദ ജഡ്ജ്മെന്റ് ഓഫ് എനി ഹൈക്കോർട്ട് ഓർ ദ സുപ്രീം കോർട്ട് ഡസ് നോട്ട് എമൗണ്ട് ടു ആൻ ഒഫൻസ് വിത്തിൻ ദ മീനിങ് ഓഫ് ദിസ് സെക്ഷൻ. അത് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ പേര് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അത് വരില്ല. വിചാരണ കോടതിയിൽ വരും. വിചാരണ കോടതി സെഷൻസ് കോടതിയിലായിരിക്കും ഈ റേപ്പൊക്കെ എപ്പോഴും വിചാരണ നടന്നത്. അവര് ഇടാൻ പാടില്ല, അവർ റിപ്പോർട്ട് ചെയ്യാം, അവർ പേര് പറയാൻ പാടില്ല, ആ സാധനം വെളിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല, ട്രയൽ കോടതി നടക്കുന്ന സമയത്ത് ഇവരുടെ പേര് പറയാൻ പാടില്ല. ഇതൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും അനുവദനീയമായ ചില കാര്യങ്ങൾ താഴത്തെ കോടതിക്ക് അനുവദനീയമല്ല. അതായത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ നിൽക്കുന്ന ജാതി വ്യവസ്ഥ ഈ നിയമത്തിന്റെ ഈ പല ഘട്ടങ്ങളിലുണ്ട്. ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് അനുവദനീയമായ കാര്യങ്ങൾ താഴത്തെ കോടതിയിലുള്ള ദളിത് ആയിട്ടുള്ള ജുഡീഷ്യൽ ഫോറത്തിന് അനുവദനീയമല്ല. വളരെ ക്ലിയർ ആയിട്ടാണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതി ഇത് സമൂഹത്തെ ഒരു വിക്ടിമിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ നിയമത്തിന് എങ്ങനെയാണ് ഈ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും എക്സംഷൻ കിട്ടുന്നത്? ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞാൽ ആ ജഡ്ജ്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന കുഴപ്പമില്ല. കാരണം എനി ജഡ്ജ്മെന്റ് കോർട്ട് ഡോക്യുമെന്റ് ഇസ് എ പബ്ലിക് ഡോക്യുമെന്റ്. അല്ലെങ്കിൽ കോടതി പ്രത്യേകം നിർദ്ദേശിക്കുന്നത് പബ്ലിഷ് ചെയ്യില്ലെന്ന്. കാരണം നമ്മുടെ സൂര്യനെല്ലി പെൺകുട്ടിയുടെ കാര്യത്തിൽ ആ കുട്ടി പ്രഗ്നന്റ് ആയിരുന്നു തുറന്നു. അപ്പൊ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി കോടതിയുടെ പെർമിഷൻ ചോദിച്ചു. കോടതി പെർമിഷൻ കൊടുത്തു. പക്ഷെ ആ പെർമിഷൻ കൊടുത്ത ഉത്തരവ് റിപ്പോർട്ട് ചെയ്യുന്ന കോടതി പറഞ്ഞു, മനസ്സിലായി, ടു കീപ് ഐഡന്റിറ്റി പബ്ലിക് ആകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ കോടതി സ്പെസിഫിക് ആയിട്ട് ഉത്തരവിട്ടില്ലെങ്കിൽ എനി കോർട്ട് ഡോക്യുമെന്റ് ക്യാൻ ബി പബ്ലിഷ്ഡ് ബൈ എനിബഡി. അപ്പൊ നിയമം എന്തിനു കൊണ്ടുവന്നോ അത് ആ നിയമത്തിനകത്ത് തന്നെ പൊട്ടിക്കാനുള്ള വ്യവസ്ഥ ഇട്ടിട്ടുണ്ട്. അതായത് സെഷൻസിൽ അല്ലെങ്കിൽ താഴെ കോടതികൾക്ക് ഇരയുടെ പേര് പറയാൻ പാടില്ല, ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പറയാം. അപ്പൊ ഈ സുപ്രീം കോടതി അതുവരെ സെഷൻസിന്റെ വിധിന്യായത്തിൽ വെച്ചിട്ട് നമ്മൾ ഇപ്പോഴുള്ള അതിജീവിതയാണെങ്കിലും പേര് പറയാൻ പറ്റില്ലെങ്കിലും ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഈ അതിജീവിതയുടെ പേരുണ്ടെങ്കിൽ നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഹൈക്കോടതി സുപ്രീം കോടതി അതിജീവിതയുടെ പേര് പറയാം, അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. കാരണം കോർട്ട് ഡോക്യുമെന്റ് ഇസ് എ പബ്ലിക് ഡോക്യുമെന്റ്, എനി ജഡ്ജ്മെന്റ് ഇസ് എ പബ്ലിക് ഡോക്യുമെന്റ്, ഇറ്റ് ക്യാൻ ബി കോട്ടഡ് ബൈ എനിബഡി. നിയമത്തിൽ പറയുന്നതാണ് ഞാൻ പറയുന്നത്. അതായത് ഇത് അലവ് ചെയ്യരുത്, ഇങ്ങനെ വരരുത് എന്ന് പറഞ്ഞ നിയമത്തിന് ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാർക്ക് തന്നെ അത് പൊളിക്കാനുള്ള വ്യവസ്ഥയും സെക്ഷനിൽ തന്നെ ഉണ്ട്. അപ്പൊ എന്താണ് സംഭവിക്കണമെന്ന് വെച്ചാൽ, എന്തിനാണോ ഇത് ഉദ്ദേശിച്ചത് ആ സാധനം തകിടം മറിഞ്ഞു പോകുന്നു. ഇനി ഇതിന് കറസ്പോണ്ടിങ് സെക്ഷൻ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ വരുന്നത് ജൂലൈ 2024, അത് പറഞ്ഞ സെക്ഷൻ 72 ആണ്. അത് തന്നെ പറയുന്നു. അതായത് എനി ഒഫൻസ് അണ്ടർ സെക്ഷൻ 63, സെക്ഷൻ 64, സെക്ഷൻ 65, സെക്ഷൻ 66, സെക്ഷൻ 67 ഓർ സെക്ഷൻ 68 അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 2 വർഷം വരെ ശിക്ഷിക്കാം. സെക്ഷൻ 63 എന്ന് പറഞ്ഞ റേപ്പാണ്, ഇത് പുതിയ BNS കേട്ടോ. സെക്ഷൻ 64 എന്ന് പറയുന്ന പണിഷ്മെന്റ് ഫോർ റേപ്പാണ്. ഒരാൾക്ക് ശിക്ഷ കൊടുത്തപ്പം ഇന്നയാൾക്കുടെ ഇതിനകത്ത് ഇത്ര ശിക്ഷ കൊടുന്ന് പറയുമ്പോഴത്തേക്ക് ആ കുട്ടിയുടെ പേര് പറയാൻ പാടില്ല. പണിഷ്മെന്റ് ഫോർ റേപ്പ് ഇൻ സർട്ടൻ കേസസ്, അത് ദാറ്റ് ഈസ് സെക്ഷൻ 65. സെക്ഷൻ 66 പണിഷ്മെന്റ് ഫോർ കോസിംഗ് ഡെത്ത് ഓർ റിസൾട്ടിംഗ് ഇൻ പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ഓഫ് വിക്ടിം. സെക്ഷൻ 67 സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ ഹസ്ബൻഡ് അപ്പോൺ ഹിസ് വൈഫ് ഡ്യൂറിംഗ് സെപ്പറേഷൻ. സെക്ഷൻ 8 സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ എ പേഴ്സൺ ഇൻ അതോറിറ്റി. ഇതെല്ലാം ആണെങ്കിൽ എന്നുള്ളതാണ് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ പറഞ്ഞത്. അതേ സാധനം തന്നെയാണ് കേട്ടോ, കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, പക്ഷെ അതിന്റെ ഇന്റൻഷൻ ഒക്കെ ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇപ്പൊ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഇത് പേര് പറയാം എന്ന് നിയമത്തിൽ തന്നെ പറയുമ്പോൾ സുപ്രീം കോടതിക്ക് എപ്പോഴും ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകുന്നു ഒരു ഘട്ടത്തിൽ. ഇത് 1860 LPC. അതിന് 2008 സുപ്രീം കോടതി അരിജിത് പസായത്ത് എന്ന് പറഞ്ഞ ജഡ്ജിക്ക് നമ്മുടെ ഇവിടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വന്നാണ്. പുള്ളിക്ക് ഇതിനെക്കുറിച്ച് സോഷ്യൽ കോൺഷ്യന്റൈസേഷൻ ഉണ്ടാകും. എന്നിട്ട് പുള്ളി ഒരു ഉത്തരവിലിടുന്നു. അത് പ്രേം പ്രകാശ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ 2008 അത് ക്രിമിനൽ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ ക്രിമിനൽ അപ്പീൽ നമ്പർ 2008 ജഡ്ജ്മെന്റ് ആണ് കേട്ടോ. അത് SLP arising out of 7428 of 2007 അതിന്റെ ജഡ്ജ്മെന്റ് ആണ്. അത് അരിജിത് പസായത്തും മുകുന്ദൻ ശർമ്മ 2 പേരാണ്. ജഡ്ജ്മെന്റ് എഴുതിയിരിക്കുന്നത് അരിജിത് പസായത്താണ് 2 പേർക്കും. അതിൽ പാരാ 3 പറയുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വി ഡു നോട്ട് പ്രപ്പോസ് ടു മെൻഷൻ name of the victim. Section 228A of IPC makes disclosure of identity victim certain offences punishable. അപ്പം ഞങ്ങൾ കോടതി സുപ്രീം കോടതി പറയുന്നത് അതിനകത്ത് എക്സംഷൻ ഉണ്ട്, അതെ ശരിയാണ്. പക്ഷേ എങ്കിലും ഞങ്ങൾ വി ഹാവ് ചോസൺ ടു ഡിസ്ക്രൈബ് ഹർ ആസ് വിക്ടിം ഇൻ ദ ജഡ്ജ്മെന്റ്. കാരണം അവരുടെ ഒരു സാങ്ക്ടിറ്റിയും അവരുടെ പ്രൈവസിയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത് അനുമതി ഞങ്ങൾക്ക് പേര് പ്രിന്റ് ചെയ്യാം നിയമപരമായിട്ട്, പക്ഷെ ഞങ്ങൾ അത് ചെയ്യുന്നില്ല എന്ന് വളരെ ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് അയാൾ എടുക്കുകയാണ്. അപ്പൊ പുള്ളി പറയുന്നത് ഇറ്റ് ഈസ് ടാബു ടു ഡിസ്ക്ലോസ് ദ നെയിം ഓഫ് ദ വിക്ടിം. എന്നിട്ട് പുള്ളി ആ
പുള്ളി ഒരു ജഡ്ജ്മെന്റിനകത്ത് അത് കോട്ട് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ പാരാ 3 തന്നെ പുള്ളി ആ ജഡ്ജ്മെന്റ് പാരാ 3 തന്നെയാണ് ഇത് പറയുന്നത്. ഏത് നേരത്തെ ഞാൻ പറഞ്ഞ പ്രേം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാന്റെ പാരഗ്രാഫ് 3 ഇതൊക്കെ പുള്ളി പറയുകയാണ്. തുടർന്ന് പുള്ളി സ്റ്റേറ്റ് ഓഫ് കർണാടക വേഴ്സസ് പുട്ടുരാജ അത് ഡിസൈഡഡ് ഓൺ 23/11/2008 അതിനകത്തും പുള്ളി ഈ ജഡ്ജ്മെന്റ് അതേ വാക്കുകൾ പുള്ളി എഴുതിയ പാരഗ്രാഫ് 3 എഴുതിയ അതേ വാക്കുകൾ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ജഡ്ജ്മെന്റുകളിലും പിന്നീട് ഇതേ സാധനം ആദ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മളത് അങ്ങനെ ചെയ്യില്ല. ഉദാഹരണത്തിന് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് രാംദാസ് സിംഗ് ആ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ് വേഴ്സസ് ശ്രീകാന്ത് അതിൽ പറയുന്നുണ്ട്. പിന്നെ ദിനേശ് അറ്റ് ബുദ്ധ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ അതിൽ പറയുന്നുണ്ട്. ഓം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP അതിൽ പറയുന്നുണ്ട്. പ്രമിയ വേഴ്സസ് പ്രേം പ്രകാശ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ അതിൽ പറയുന്നുണ്ട്. എല്ലാത്തിനും അർജിത് പ്രസാദ് പറയുന്നുണ്ട്. പിന്നെ എസ് രാമകൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് റെപ്രസെന്റഡ് ബൈ ദ പബ്ലിക് പ്രോസിക്യൂട്ടർ അതിനകത്ത് ഇതേ സാധനം അർജിത് പ്രസാദും മുകുന്ദൻ ശർമ്മയാണ് അത് പറയുന്നത്. എല്ലാം ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഇതേ സുപ്രീം കോടതിയിലെ ആളുകൾക്ക് തന്നെ ജഡ്ജിമാർക്ക് തന്നെ അതിന്റെ ഒന്നും കാര്യമില്ല എന്നങ്ങ് തോന്നുകയാണ്. അപ്പൊ അവര് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, വേണമെന്ന് പറഞ്ഞാൽ വേണം. അപ്പൊ ഏറ്റവും രസം എന്താണ്, ഈ ഇങ്ങനെ ഒരു വളരെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആംഗിൾ കൊണ്ടുവന്ന് ഇതേ അർജിത് പ്രസാദ് തന്നെയാണ് പുള്ളി അത് പൊളിച്ചു കളയണത്. പുള്ളി തന്നെയാണ് അത് പൊളിച്ചു കളയുന്നത്. താഴെ പറയുന്ന കേസുകളിൽ അവരുടെ ഈ ഇങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പുറത്ത് ഇവരുടെ പേര് റിപ്പോർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ സുപ്രീം കോടതി തന്നെ പിന്നീട് അത് ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ കുറെ കേസുകളുണ്ട്. ഉദാഹരണത്തിന് KG പ്രേംശങ്കർ വേഴ്സസ് ഇൻസ്പെക്ടർ പോലീസ് ആൻഡ് അതേഴ്സ് അനദർ എന്ന് പറഞ്ഞതിനകത്ത് ജസ്റ്റിസ് MB ഷാ, ജസ്റ്റിസ് BP സിംഗ്, സെമ എന്നിവരുടെ ബെഞ്ച് ഈ വിക്ടിമിന്റെ പേര് 2 പ്രാവശ്യം പറയുന്നുണ്ട് ജഡ്ജ്മെന്റിൽ. അടുത്ത രണ്ടാമത്തെ കേസ് ഷിവു വേഴ്സസ് അനദർ ഇൻ RG ഹൈക്കോർട്ട് ഓഫ് കർണാടകയിൽ അതിനകത്ത് ഈ വിക്ടിമിന്റെ പേര് 6 പ്രാവശ്യം പറയുന്നുണ്ട് ജഡ്ജ്മെന്റിൽ. ഇനി സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് മുൻഷി ആ കേസിനകത്ത് 10 പ്രാവശ്യം വിക്ടിമിന്റെ പേര് ആ ജഡ്ജ്മെന്റ്. ഇതൊക്കെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ആണ് കേട്ടോ. ഇനി ബാൻഡു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP അതിനകത്ത് 6 പ്രാവശ്യം റേപ്പ് വിക്ടിമിന്റെ പേര് പറയുന്നുണ്ട്. അപ്പൊ ആ വിക്ടിമിന് ഈ കേസിലെ വിക്ടിമിന് 5 വയസ്സേ പ്രായമുള്ളൂ. അപ്പൊ അതിനകത്ത് ആ ജഡ്ജി പറയുന്നത് അർജിത് പ്രസാദിന്റെ ജഡ്ജ്മെന്റ് ആണ് കേട്ടോ. പുള്ളി പറയുന്നത് ദ ഗേൾ ആസ് വൺ ഹു ഹാഡ് നോട്ട് സീൻ 6 സമ്മേഴ്സ് ഇൻ ലൈഫ്. വളരെ പൊയറ്റിക് ആണ്. 6 വേനൽക്കാലങ്ങൾ കണ്ടിട്ടില്ലാത്ത കുട്ടി എന്നാണ്. അത്രയും പൊയറ്റിക് ആണ്. 5 വയസ്സേ ആയുള്ളൂ. പുള്ളി എന്നിട്ട് പിന്നീട് പറയുകയാണ് ദിസ് ടീനേജ്. അപ്പൊ ടീനേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 13-നും 19-നും ഇടയ്ക്കാണ് ടീനേജ് അല്ലേ? അതെ. അപ്പൊ ഈ ലേണഡ് ജഡ്ജ് ഒരു പക്ഷെ തെറ്റ് പറ്റിയതായിരിക്കും. അത് നമുക്ക് ലേണഡ് ജഡ്ജിന് വി ഷുഡ് പാർഡൻ ഹിം. ലേണഡ് ജഡ്ജിന് ചെറിയ തെറ്റുകൾ പറ്റുന്നതാകാം. ഏതായാലും ആ കുട്ടിയുടെ പേര് പുള്ളി 6 പ്രാവശ്യം പറയും. ആ കുട്ടിക്ക് 5 വയസ്സായില്ല, പക്ഷെ അതിനെ റേപ്പ് ചെയ്ത കേസിൽ പുള്ളി 6 പ്രാവശ്യം ആ ജഡ്ജ്മെന്റ് ഈ കുട്ടിയുടെ പേര് പറയുന്നുണ്ട്. ഇനി ശിവാജി അറ്റ് ദദ്യ ശങ്കർ അൽഹാത്ത് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര അതിനകത്ത് ഇതേ അർജിത് പ്രസാദ് ഡിസ്ക്ലോസ് ദ നെയിം ഓഫ് ദ റേപ്പ് വിക്ടിം 6 times in the judgment. ഇനി അടുത്ത കേസ് അൻകുഷ് മാരുതി ഷിൻഡെ ആൻഡ് അതേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. അവിടെ ചില ഡക്കോയ്സ് വന്നിട്ട് 2 പേരെ, ഒരു മൈനർ ഗേൾ ഉൾപ്പെടെ 2 പേരെ റേപ്പ് ചെയ്യുന്നു, 5 പേരെ കൊല്ലുന്നു. അതൊരു കേസാണ്. അതിനകത്ത് പുള്ളിയുടെ ജഡ്ജ്മെന്റിൽ 30th April 2009 ജഡ്ജ്മെന്റിൽ റേപ്പ് വിക്ടിമിന്റെ പേര് 8 പ്രാവശ്യം പറയുന്നുണ്ട്. മറ്റ് റേപ്പ് വിക്ടിമിന്റെ ഒക്കെ പേര് 11 പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പൊ അവിടെയും പുള്ളി ചെറിയ കുട്ടിയായിരുന്നുകൊണ്ട് 9 വയസ്സായാലും 10 വേനൽക്കാലം പോലും കാണാത്ത കൊച്ചുകുട്ടി എന്നൊക്കെ പുള്ളി പൊയറ്റിക്കായിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവരൊക്കെ പറഞ്ഞു, ഇവരൊക്കെ അപ്പോസ്തലൻ എന്ന് പറയുന്നത് ഇതിന്റെ റെക്കോർഡ് ഹോൾഡർ ഉണ്ടല്ലോ, സർവകാല റെക്കോർഡ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് P സദാശിവമാണ്. നമ്മുടെ ഇവിടെ ഗവർണറൊക്കെ ആയിട്ട് വന്ന ഒരു മഹത് വ്യക്തി. പുള്ളി 2013 ജൂലൈ 1 തീയതിയുള്ള ഉത്തരവില് അത് ജസ്റ്റിസ് സദാശിവവും ജസ്റ്റിസ് ജഗദീഷ് സിംഗ് കെഹാറും അവരിൽ നിന്നുള്ള ജഡ്ജ്മെന്റ് കാർത്തിക് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് അതിനകത്ത് ആ 9 പേജ് ആ ജഡ്ജ്മെന്റ് ഉള്ളൂ. ആ 9 പേജുള്ള ജഡ്ജ്മെന്റിൽ റേപ്പ് വിക്ടിമിന്റെ പേര് ഐഡന്റിറ്റി 62 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. 9 പേജുള്ള ജഡ്ജ്മെന്റിൽ ഈ റേപ്പ് വിക്ടിമിന്റെ പേര് ഐഡന്റിറ്റി 62 സ്ഥലത്ത് പറഞ്ഞു. അത് പുള്ളി സർവകാല റെക്കോർഡാണെന്നാണ് പുള്ളിയെ പറയുന്നത്. അപ്പൊ ഇത് സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ് ആയതുകൊണ്ട് ഈ വിക്ടിമിന്റെ പേര് ആർക്ക് വേണമെങ്കിലും പബ്ലിഷ് ചെയ്യാൻ, റിപ്പോർട്ട് ചെയ്യാം, കേസെടുക്കാൻ ഒക്കില്ല. അപ്പൊ ഇത് റേപ്പ് വിക്ടിമിന്റെ പേര് പബ്ലിഷ് ചെയ്താണെങ്കിൽ കേസെടുക്കാം എന്ന് പറയുന്നത് ഒരു ഘട്ടം കഴിഞ്ഞാൽ, ട്രയൽ കോടതിയുടെ അവസ്ഥ കഴിഞ്ഞാൽ പിന്നെ ആർക്കും പബ്ലിഷ് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം. എന്തൊരു തമാശയാണ് ഇതൊക്കെ. ഇപ്പം
അതാണ് ഈ കേസിൽ എന്താണ് രാഹുൽ മാങ്കട്ടത്തിന്റെ ഇരയായി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നല്ലേ ഈ കേസ്. നമ്മൾ ഈ കേസിന് ഈ സുപ്രീം കോടതിയിലെ ജഡ്ജ്മെന്റ്സിന്റെ പശ്ചാത്തലത്തിൽ കണ്ടു നോക്ക്, നമുക്ക് ചിരിക്കാൻ തോന്നുന്നു, കരയാൻ തോന്നുന്നു ഇവിടുത്തെ പോലീസുകാരെ ഓർത്തിട്ട്. അതായത് ഈ കേസ് ഇപ്പൊ പറയുന്ന കേസ് ഇനി ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വിക്ടിമിന്റെ പേര് പറയാം. അത് തടസ്സമില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഇവരുടെ പേര് പറയുന്നതിൽ തടസ്സമില്ല എന്ന് നിയമം പറയുന്നു. അത് BNS പറയുന്നു, IPC പറയുന്നു. അങ്ങനെ അതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട എനി ജഡ്ജ്മെന്റ് പ്രൊനൗൺസ്ഡ് ബൈ ദ ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട് ഓർ ലോവർ കോർട്ട്സ് ഇറ്റ്സ് എ പബ്ലിക് ഡോക്യുമെന്റ്. ഇറ്റ് ക്യാൻ ബി പബ്ലിഷ്ഡ്. അത് റെസ്ട്രിക്ട് ചെയ്ത് ഇന്നത് ജഡ്ജ്മെന്റ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് സ്പെസിഫിക് ആയിട്ട് കോടതിയുടെ ഉത്തരവില്ലെങ്കിൽ യു ക്യാൻ റിപ്പോർട്ട് എനി ജഡ്ജ്മെന്റ്, എനിത്തിങ് ദാറ്റ് ഇസ് സെഡ് ഇൻ ദ ജഡ്ജ്മെന്റ് ഈസ് റിപ്പോർട്ടബിൾ. ഈ കുട്ടിയുടെ പേര്, ഈ അതിജീവിതയുടെ പേര് പുള്ളി ഹൈക്കോടതിയിൽ പോയിട്ട് ജാമ്യം മേടിച്ചതിന് ശേഷം പറയാം. മനസ്സിലായോ? ഇപ്പോഴത്തെ കോടതി, മജിസ്ട്രേറ്റ് കോടതി എന്ന കേസിൽ പുള്ളിക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ മിക്കവാറും ജാമ്യം കൊടുക്കില്ല. പുള്ളിക്ക് ഹൈക്കോടതി പോവാം. ഹൈക്കോടതി പോകുമ്പോഴത്തേക്കും ഹൈക്കോടതിക്ക് വേണമെങ്കിൽ ഈ കുട്ടിയുടെ പേര് പറയാം. ഹൈക്കോടതി ഈ കുട്ടിയുടെ പേര് പറയുകയാണെങ്കിൽ ആർക്കും ഇത് റിപ്പോർട്ട് ചെയ്യാം. മനസ്സിലായോ? അത്ര ഫ്ലിംസി ആയിട്ടുള്ള കേസുകളാണ് എഴുതിയിരിക്കണേ. ഇതിപ്പോ ശരിക്കും അതിജീവിതയുടെ സ്വകാര്യതയെ കുറിച്ചുള്ള നിയമം അവർക്ക് അങ്ങനെ ഒരു ഇതിൽ കൊടുക്കുന്ന അസ്പെക്റ്റിൽ കൊടുക്കുന്ന സാധനം ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പറയാം എന്ന് പറയുന്നത് ഒരു പുതിയ അറിവാണ്. പക്ഷെ അത് ശരിക്കും അതിനകത്ത് ഒരു പുതുമയില്ല. പുതിയ അറിവാണ്, പക്ഷെ അതിനകത്ത് പുതുമയില്ല. നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി അത് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഏത് കാര്യത്തിനകത്ത് റിഫ്ലക്ട് ചെയ്യുന്നത്. നമ്മളുടെ സമൂഹത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് ചെയ്തുകൂടാത്ത ചില കാര്യങ്ങൾ ഉയർന്ന ജാതിക്കാർക്ക് ചെയ്യാം, ബ്രാഹ്മണന് ചെയ്യാം. ബ്രാഹ്മണൻ ഉണ്ടെണീറ്റ് പോകുന്ന ഇലയിൽ മേട സ്നാനം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കിടന്ന് ഉരുളാം ദളിതൻ ഉണ്ട ആഹാരം ബ്രാഹ്മൺ തൊടില്ല. മറ്റൊരു ചെയ്യുന്ന മാത്രമല്ല, അതുകൊണ്ട് പുണ്യവും കിട്ടും. അതുകൊണ്ട് ഇന്ന് മധ്യപ്രദേശിൽ, നിങ്ങൾ വായിച്ച മധ്യപ്രദേശിലെ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിരിക്കുകയാണ്, പെൺകുട്ടികളെ ഇങ്ങനെ കാണുമ്പോൾ അവർ സുന്ദരികളാണെങ്കിൽ പുരുഷന്മാർക്ക് അവരോട് കാമം തോന്നും, അപ്പോൾ അവരെ ബലാത്സംഗം ചെയ്യും. അതിൽ തെറ്റില്ല, ന്യായമാണ്. മാത്രമല്ല, കൂടുതൽ ഇങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെടുന്ന സ്ത്രീകൾ കൂടുതലും താഴ്ന്ന ജാതിയിലുള്ളവരാണ്. അപ്പൊ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകളെ ഇങ്ങനെ ബലാത്സംഗം ചെയ്യുന്ന ഒരു തീർത്ഥയാത്ര കിട്ടുന്നതിന്റെ ഒരു ഫലം കിട്ടുന്നു എന്നും കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. മധ്യപ്രദേശിലെ ഒരു കോൺഗ്രസ് നേതാവ്. അപ്പൊ നമ്മുടെ നേതാക്കന്മാരുടെയൊക്കെ അവരുടെ ഉള്ളിലെ ബോധം അതാണ്. നമ്മുടെ സാമൂഹ്യ ബോധത്തിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കോടതി അപ്പീൽ കോർട്ട് എന്ന് പറയുക. വൈ ഷുഡ് യു ടേം ഇറ്റ് ആസ് ലോവർ കോർട്ട്? ആ ലോവർ കാസ്റ്റിന്റെ ബോധത്തിൽ നിന്നാണ് ലോവർ കോർട്ട് വരുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ സെഷൻസ് കോർട്ട്, മജിസ്ട്രേറ്റ് കോർട്ട്, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, ഈ സെഷൻസിന് ഉൾപ്പെടെ അതിന്റെ താഴെയുള്ളവരൊക്കെ എന്തിനാണ് ഈ ലോവർ കോർട്ട്സ് എന്ന് പറയുന്നത്? അതിന്റെ നെയിം പറഞ്ഞാൽ പോരെ, മജിസ്ട്രേറ്റ് കോർട്ട്, സെഷൻസ് കോടതി, സിവിൽ കോടതി, മുനിസിപ്പൽ കോടതി എന്ന് പറഞ്ഞാൽ പോരെ. ആൾക്ക് മനസ്സിലാവില്ല. ദേ ആർ ആൾ ഗ്രൂപ്പ് ആസ് ലോവർ കോർട്ട്സ്, ജസ്റ്റ് ലൈക്ക് വി ഗ്രൂപ്പ് ഈ വൈശ്യ സമൂഹത്തിന്റെ താഴെയുള്ള മുഴുവനും ലോവർ കാസ്റ്റ്. ആ ബോധത്തിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് ചെയ്യുമ്പോൾ തെറ്റല്ല, നമ്മൾ ചെയ്യുമ്പോൾ തെറ്റാണ്. നമ്മളെന്ന് വെച്ചാൽ താഴെയുള്ള സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർ. ബ്രാഹ്മണൻ ചെയ്താൽ തെറ്റല്ല എന്നുള്ള അതേ ബോധമാണ് ഈ ജുഡീഷ്യറി നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിനേക്കാൾ പ്രധാനമായിട്ട് എന്തുകൊണ്ടാണ് ഈ റേപ്പ് വിക്ടിമിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്തുകൂടാത്തത്? ഒരു സാമൂഹികപരമായ ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അവരെ അടിക്കുകയോ ഇടിക്കുകയോ ചവിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. അവരെ റേപ്പ് ചെയ്യുകയാണെങ്കിൽ മൊളസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അവരുടെ മാനം പോയി. ആരുടെ മാനം? ഈ പുരുഷൻ സങ്കല്പിച്ചു കൊടുത്ത സ്ത്രീക്ക് സങ്കല്പിച്ചു കൊടുത്ത ഈ മാനം. എന്നെ ഒരാൾ ഉപദ്രവിച്ചു, ഹി ഡിഡ് എ ക്രൈം ഓൺ ദി ബോഡി, അതിന് അവന് ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുന്ന സ്ത്രീകളാണ്. സ്ത്രീകൾ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്ത്രീകളെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു പറയുന്ന രീതിയിലുള്ള ഈ സോഷ്യൽ ഓസ്ട്രസൈസേഷൻ ഇല്ലേ, ഇതില്ലാതെ നമ്മൾ സൂര്യനെല്ലിയുള്ള പെൺകുട്ടിക്ക് ഒരിക്കലും പൊതുസമൂഹത്തിന് മുമ്പിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. അവര് കാരണം ശിക്ഷിക്കപ്പെട്ടു കുറെ പേര്. പക്ഷെ അവർക്ക് പൊതുസമൂഹത്തിൽ വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ലേ വാസ്തവത്തിൽ അവർ റേപ്പ് ചെയ്യപ്പെട്ടതിനേക്കാൾ വലിയ ദുരന്തം അവർ അനുഭവിച്ചല്ലേ. ഇത് നമ്മുടെ ഒരു വ്യവസ്ഥയാണ്. കാരണം സ്ത്രീകൾക്ക് അപമാനം സംഭവിച്ചു പോയി. സ്ത്രീകൾക്ക് ഇനി അവർക്ക് അവരെ വെളി കാണാനേ പാടില്ല. സ്ത്രീകളാണ് പുറത്തോട്ട് വരുന്നത്. അത് പണ്ട് എത്രയോ വർഷത്തിന് മുമ്പ് കമലാഹാസൻ പറഞ്ഞിട്ടുണ്ട്, റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ അങ്ങനെ വന്നാൽ ഡെറ്റോൾ ഒഴിച്ച് ഒന്ന് കഴുകി കുളിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങി നടക്കണം എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഒരു ബോധം സ്ത്രീകൾക്കുണ്ടാണ്. നമ്മളിപ്പം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, റേപ്പ് ചെയ്യപ്പെടുന്ന ആൾക്ക് വലിയ ശിക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഡൽഹിയിലെ ആ കേസിന് ശേഷം, നിർഭയ കേസിന് ശേഷം അവർക്ക് വധശിക്ഷ വരെ കൊടുക്കാന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അതിന്റെ നോക്കുകയാണെങ്കിൽ വധശിക്ഷ വരുന്ന കേസിന് കൺവിക്ഷൻ റേറ്റ് കുറവായിരിക്കും. നമ്മൾ വിചാരിക്കും ഇത് പ്രോഗ്രസീവ് ആണെന്ന്. അല്ല, ഇത് റിഗ്രസീവ്. കാരണം പണ്ട് ഈ റേപ്പ് വിക്ടിമിനാണ് സാക്ഷിയില്ല, അത് കാണുന്നില്ലല്ലോ ആരും, രഹസ്യമായിട്ടല്ല നടക്കുന്ന പലരും. അപ്പൊ സാക്ഷി പ്രൈം വിറ്റ്നസ് എന്ന് പറഞ്ഞത് ഈ വിക്ടിമാണ്. അവർ പറയുന്നതിനും എടുക്കുകയാണ്. അപ്പൊ ഈ പ്രൈം വിറ്റ്നസ് ഉണ്ടെങ്കിലല്ലേ അവർ പറയുള്ളൂ. ഇഫ് യു കിൽ ദ പ്രൈം വിറ്റ്നസ് അവർ പറയില്ലല്ലോ. അപ്പോൾ നിർഭയ കേസിന് ശേഷം
ആണ് റേപ്പ് ചെയ്യപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത് ഏറ്റവും കൂടുതൽ. മറ്റല്ല, റേപ്പ് കൊല്ലപ്പെടുന്നത് കാരണം വിറ്റ്നസ് ഇല്ല, അവന്റെ ക്രൈം അവൻ വെളിയിലെ വരുന്നില്ല, മറച്ചേ കളയും, ഈ വിറ്റ്നസിനെ അവൻ കൊന്നു കളയും. അപ്പൊ ഈ നിയമം യഥാർത്ഥത്തിൽ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീക്ക് അവർക്ക് ജീവിതം ഇല്ലാതാകാൻ ഒരുക്കിയതാണ്. നമ്മളും പറയുന്നത് പ്രോഗ്രസീവ് ആണ്, അല്ല, റിഗ്രസീവ് ആണ്. ഐ എം ടെലിംഗ് അഗൈൻ, ഇതിനെതിരെ ശബ്ദം ഉയർത്തേണ്ട ഫെമിനിസ്റ്റുകൾക്ക് ഇതിന്റെ അർത്ഥം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അവരെ സ്ത്രീത്വം അവർക്ക് പറയുകയാണെങ്കിൽ പോടാ എന്ന് പറയേണ്ട അവർക്ക് കഴിയണം. ഉറപ്പായിട്ടും ഈ ഒരു വിഷയത്തിൽ അതിജീവിതമാരോട് എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഭാവനയുടെ കേസിൽ തന്നെയാണ്. അവരുടെ മുഖം മറയ്ക്കാതെ അവര് അതിജീവിതം എന്ന പേര് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും പവർഫുൾ ആയിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നൊരു ലേഡിയാണ് അവര്. പക്ഷെ ഇപ്പോഴും നമ്മളുടെ നിയമങ്ങൾ പറയുന്നു ആ പേര് നമ്മൾ ആ കേസിൽ ഇപ്പോഴും നമ്മൾ ഇപ്പോ ചാനലുകളിൽ കൂടെ പോലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ചാനലിൽ സ്ട്രൈക്ക് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അവർ തന്നെ പറയുന്നു എനിക്ക് ആ ഒരു ആവരണത്തിന്റെ ആവശ്യമില്ല, എന്റെ മുഖം പബ്ലിക്കായിട്ട് കാണിക്കാനുള്ള ധൈര്യം അവർ കാണിച്ചിട്ട് പോലും നമ്മുടെ നിയമങ്ങൾ നമ്മളെ തടഞ്ഞു നിർത്തുന്നുണ്ട് ഇവിടെ. അത് പക്ഷെ ആ നിയമങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. കാരണം അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ടല്ലോ, ദിസ് ലീഗൽ പ്രൊഹിബിഷൻ, അതായത് അവരുടെ അൺലെസ് പ്രിന്റിംഗ് ഓർ പബ്ലിക്കേഷൻ ഓതറൈസ്ഡ് ബൈ ദ പോലീസ് ദ വിക്ടിം ഓർ ദ വിക്ടിംസ് മിസ്റ്റേക്ക്, ഭാവന അതിന് സമ്മതിച്ചു കഴിഞ്ഞാൽ, ഭാവനയ്ക്ക് തടസ്സമില്ലെങ്കിൽ, ഞാൻ IPC അക്കോട്ട് ചെയ്യുന്നു കേട്ടോ, തടസ്സമില്ലെങ്കിൽ അത് മറ്റൊരാൾ പറയുന്നതിനകത്ത് അത് കേസില്ല എന്ന് IPC ആ സെക്ഷൻ 228 ഓഫ് 8 പറയുന്നുണ്ട് സ്പെസിഫിക് ആയിട്ട്. അപ്പൊ എനിക്ക് ഓർമ്മയുള്ള ഡൽഹിയിൽ, എനിക്ക് അവരുടെ പേര് മറന്നു, ജയശ്രീ മിശ്ര എന്നിട്ടാണെന്ന് തോന്നുന്നത് കേട്ടോ, ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ, അങ്ങനത്തെ ഒരു ജൂനിയർ അഡ്വക്കേറ്റ് ആയിരുന്നവരെ റേപ്പ് ചെയ്തു എന്നാൽ ഒരു കേസ് വരും. അവര് തെറ്റി പറഞ്ഞ തെറ്റ് അവര് പൊതുസമൂഹത്തിന് മുമ്പിൽ വരികയും പത്രസമ്മേളനം നടത്തി പറയും. പിന്നെ കേസ് നടക്കുമ്പോൾ അവര് ഗ്യാങ് റേപ്പ് നടത്തി അത് സർവേ ചെയ്ത് അവരത് കോടതി യുദ്ധം നടത്തിയ ഇതൊക്കെ ഉണ്ട്. എനിക്ക് അവരുടെ പേര് എനിക്ക് എക്സാക്ട് പറയാൻ, ഐ തിങ്ക് ഇറ്റ് ഈസ് ജയശ്രീ മിശ്ര, എനിക്ക് അറിയില്ല കൃത്യമായിട്ട് പേര് പറയാണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് സ്ത്രീ സമൂഹം ഈ തെമ്മാടിത്തത്തിനെതിരെ ഫൈറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ അവരെ റേപ്പ് ചെയ്തു, അവരെ മൊളസ്റ്റ് ചെയ്തു, എന്നെ തുറിച്ചു നോക്കി, അതുകൊണ്ട് ഞാൻ അപമാനിതയായി എന്ന് പറയുകയല്ല വേണ്ടത്. ശരിക്കും സ്ത്രീത്വത്തോടുള്ള ഏറ്റവും വലിയ അവഗണനയല്ലേ ശരിക്കും അത്? അവരെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ മോശമായിട്ട് കാണിക്കുകയാണ് ശരിക്കും ഈ ഒരു വിധി. വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾ അവരുടെ സമൂഹത്തിന്റെ മുമ്പിൽ അവർക്ക് വരാൻ കഴിയുന്നില്ല, മനസ്സിലായോ? എന്തൊരു ദുരന്തമാണത്. മറ്റൊരു ക്രൈമിന് ഇല്ലാത്ത പ്രത്യേകത ഇതിനകത്ത് കൊടുക്കുന്ന എന്തിനാണ്? സ്ത്രീകളെ നമ്മൾ പറയത്തില്ലേ, സ്ത്രീകൾ വീട്ടിലെ കുടുംബ വിളക്കാണെന്നൊക്കെ. നമ്മളെ മുകളിൽ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ നമ്മൾ ആ പ്രതിഷ്ഠിച്ചവന്റെ തലയിൽ ചൂട്ടണം. കാരണം നമ്മൾ പ്രതിഷ്ഠിക്കുന്ന എന്തിനാണെന്നറിയാമോ? ദേവതയായി പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ പ്രതികരിക്കില്ല, അങ്ങോട്ട് ചീത്ത വിളിച്ചാൽ തിരിച്ച് ചീത്ത വിളിക്കില്ല, കാരണം ദേവത ചീത്ത വിളിക്കില്ല. അപ്പൊ ഇടി തരാനും അടി തരാനും അപമാനിക്കാനും വേണ്ടിയിട്ട് ഈ മുകളിൽ പ്രതിഷ്ഠിക്കണേ. സ്ത്രീകൾ ആ പ്രതിഷ്ഠ അംഗീകരിക്കല്ലേ, പ്രതിഷ്ഠിക്കാൻ വരുന്നവരുടെ തല നോക്കി ചവിട്ടി കൊടുക്കണം. അപ്പോൾ നീതിന്യായങ്ങളിലുള്ള ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കൃത്യമായിട്ടും കോട്ട് ചെയ്യുന്ന ഇത്രയും വിധിന്യായങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന അറിവാണ്. ഇത്രയും വിധിന്യായങ്ങൾ ഇവിടെ, അത് ജഡ്ജ് ഇതിന് അനുകൂലമായിട്ട് പറഞ്ഞത്, ജഡ്ജ് തന്നെ അതേ ജഡ്ജ് തന്നെ അതിനെ തിരുത്തുന്നതും എല്ലാം ഉണ്ട്. ഇതൊന്നും ആരും ചോദിക്കുന്നില്ലെന്നേ, ഇതൊന്നും ആരും അന്വേഷിക്കുന്നു. ഇതേ ജഡ്ജ് തന്നെ അരുതെന്നും അയാൾക്ക് എന്തും ചെയ്യാമോ, എന്തും പറയാമോ, അതുണ്ടോ? സത്യം. ശരിക്കും ഈ നിയമങ്ങൾ ചില സമയത്ത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഇവിടെ നിന്ന് ശരിക്കും ക്ലാരിറ്റി വരുത്തുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ സാറിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത് ശരിക്കും. അങ്ങനെ ഉണ്ടാവും നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഇങ്ങനെ കോടതി ഇങ്ങനെ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നില്ല ഈ മജിസ്ട്രേറ്റുമാർ എത്ര പേര് ഇതൊക്കെ വായിച്ചു. ഐ ഡോണ്ട് തിങ്ക് അതിനെതിരെയാണ് ഈ ഫെനി നൈനാന്റെ പുറകെ പോകുന്നത്. ഇപ്പൊ തന്നെ ഈ കേസിൽ തന്നെ 4-5 പേർക്കെതിരെ കേസ് ആയി കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഫെനി നൈനാൻ, സന്ദീപ് വാര്യർ, രാഹുൽ ഈശ്വർ, രഞ്ജിത്ത് പുലിക്കല്, അങ്ങനെ 4-5 കേസോളം ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഹെൽമെറ്റ് പിടിക്കുന്നതിനപ്പുറം കേസ് അന്വേഷിക്കാനോ പിടിക്കാനോ കഴിവില്ലാത്ത കുറെ പോലീസുകാരന്മാർ. ഇവർ ഹെൽമെറ്റ് പിടിക്കുന്നതിനപ്പുറം ഇവർ എന്താ ചെയ്യുന്നത്? പിന്നെ ഇമാര് പാർട്ടി ഓഫീസിനെ വിളിച്ച് പറഞ്ഞാൽ പറയുന്നതിനൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യും. അവസാനം കേസൊക്കെ പൊളിഞ്ഞു കുത്തുവാളയായിപ്പോ. ഇവരെ ഇത് ബാധിക്കുന്നില്ല. അതായത് ഞാൻ നോക്കുന്നത് ഇങ്ങനെ ഒരു ഫാൾസ് ജഡ്ജ്മെന്റ് എഴുതുന്ന ജഡ്ജിനെതിരെ നിയമപരമായി എന്ത് നടപടിക്ക് പോകാനൊക്കും അത് അന്വേഷിക്കേണ്ട വിഷയമാണ്. അങ്ങനെ പോലീസുകാർ ഇങ്ങനെ ഇങ്ങനെയുള്ള കേസുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്കെതിരെ എന്ത് നടപടി എടുക്കാനൊക്കും? നമ്മളെ കേസിലിട്ട് കുറേ നാൾ അതിനകത്ത് കിടന്ന് വലഞ്ഞ് പരവശരായി നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആശ്വാസം കൊണ്ടു പോകും. അല്ല, അനാവശ്യമായിട്ട് നമ്മളെ കുരുക്കിയതിനെതിരെ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ കഴിയണം. അതിനുള്ള വകുപ്പുകളുള്ളതാണ് നോക്കേണ്ടത്. മജിസ്ട്രേറ്റുമാര് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അവർ അപ്ഡേറ്റഡ് അല്ലാതെ ഒരു വിധിന്യായം പറയുകയാണെങ്കിൽ അവർക്ക് ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ഇല്ലേ? അവരൊന്നും അല്ല സുപ്രീം എന്നുള്ള ജനങ്ങളാണ്. വി ദ പീപ്പിൾ. ഇവരൊക്കെ പബ്ലിക് സർവൻസ് ആണ്, നമ്മുടെ സേവകർ. നമ്മൾ പണം കൊടുത്ത് നമ്മുടെ കാര്യം നോക്കാൻ നിർത്തിയിരിക്കുന്ന പബ്ലിക് സർവൻസ്. They are not our masters. We are the masters. We the people. We the people have all the right to see what is being reported is right or wrong. We have all right to do any postmortem on any judgment on the activity of any person, including the President of India.